ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം കൂൾ ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ അടിപൊളിയായിട്ടുള്ള ഒരു പീസ് കാണിക്കാനായിട്ട് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടെ. പേയ്മെന്റ് ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DDC പോസ്റ്റൽ സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യട്ടെ. റീപ്ലേസ്മെന്റ് റീഫണ്ടുകൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. നമ്മൾ കുറച്ച് ദിവസമായി ഒരു കറക്റ്റ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു കുറച്ച് പ്രീമിയം കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടിപൊളി പീസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ വരുന്നത് റഷ്യൻ സിൽക്കാണ്. റഷ്യൻ സിൽക്കിലേക്ക് ഗജി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ഒരു പീച്ച് കളറാണ്. പീച്ച് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് കളറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ വരുന്നത് റഷ്യൻ സിൽക്കാണ്. അതിലേക്ക് ഫുൾ സെറി ചെറിയ ചെറിയ ബുട്ടാസ് വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞ് ഒരു സെറി വിവിങ് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ നെക്കിന്റെ ഏരിയ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാട്ടോ വരുന്നത്. നെക്ക് ഇതാണ് വരുന്നത്. ഈ ഒരു ഇത്രയും ലെങ്ത്തിലാട്ടോ നെക്ക് വരിക. എൻ്റെ ഇതിൽ കുറച്ച് ലെങ്ത്ത് ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട്, എന്താ അറിയില്ല, നെക്ക് ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നെക്ക് ഒരു നോർമൽ ഇതിന്റെ സൈസ് തന്നെയാണ് വരുന്നത്. വേണ്ട ഇത്രയും ലെങ്ത് ആണ് വരിക. അതുപോലെ ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 49-50 ഒക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ഈ ഒരു പോർഷനാണ് ടോപ്പിന്റെ ലോവർ ഏരിയയിലേക്ക് വരിക കേട്ടോ. ഇതുപോലെ ചെറിയൊരു ബോർഡർ വരും. സെയിം ബോർഡർ തന്നെ സ്ലീവിന്റെ എൻഡിലേക്കും വരും. അതുപോലെ ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് വരുന്നുണ്ട്. നെക്ക് ഏരിയ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് സെറിയോ ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇതുപോലെ ഒരു ഹാങ്ങിങ്സും അതാ ഹാങ്ങിങ്സ് ഇതുപോലെ ഒരു മെറ്റൽ സീക്വൻസ് ഞാൻ ഇവിടെ ടോപ്പിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. മെറ്റൽ സീക്വൻസും അതുപോലെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ടോപ്പ് പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ബോട്ടം വരുന്നത് ഒരു പശ്മിന സ്റ്റൈലിൽ വരുന്നൊരു ബോട്ടാണ്. കുറച്ച് തിക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഇതായിട്ടാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയായിട്ട് വരുന്നത് ഒരു ഗജി സിൽക്കാണ്. ഒരു മൊഡാൾ സിൽക്കിനോട് സിമിലർ ആയിട്ടുള്ളതാണ് വരുന്നത് ഗജി സിൽക്ക് എന്ന് പറയുന്നത്. എന്താ നല്ല ഒരു നല്ലൊരു ഇതിൽ വരുന്നതാണ്. വിത്ത് ഇങ്ങനെ ഒരു സെറി ബോർഡർ വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് കളറിൽ വരുന്നത്. പീച്ച് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള ക്യാരറ്റ് കളറിൽ വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് കേട്ടോ. അതാണ് ഫസ്റ്റ് വൺ. അടുത്ത സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ഡീപ്പ് എന്താ പറയാ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ് സെക്കൻഡ് വൺ വരുന്നത്. അതിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്നത് ഒരു പീകോക്ക് ഗ്രീൻ ആണ്. എനിക്ക് ഈ കോമ്പിനേഷൻ കാണുമ്പോൾ എൻ്റെ ഇതിൻ്റെ ഒരു കോട്ടൺ ടൈപ്പിൽ വരുന്നത് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഇത് നെക്ക് പാറ്റേൺ ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് സെറി ബുട്ടാസ് വരുന്നുണ്ട് ഓൾ ഓവർ. നെക്ക് നല്ല അടിപൊളി ഒരു നെക്കാട്ടോ വരുന്നത്. വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടുള്ള. ഓക്കെ, ഇതുപോലെ ഫുള്ള് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡും സീക്വൻസും സെറിയും യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സൈഡ് പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു സീക്വൻസിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് അടിയിൽ വെച്ച് തുന്നിയാൽ മതി. ഇപ്പം ഞാൻ ടോപ്പിൻ്റെ അടിയിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് അങ്ങനെ ഇതാക്കി വെക്കാം കേട്ടോ, തുന്നി വയ്ക്കാം. ഒരു ബട്ടൺ ഷോ ബട്ടൺസും വരുന്നുണ്ട് സെൻറ്ററിലേക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. നമുക്ക് ലെങ്ത് അത്യാവശ്യം ഉണ്ടായിരിക്കും. 49-50 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടാകും. ബോട്ടം വരുന്നത് പശ്മിനയിൽ വരുന്ന ബോട്ടാണ്. അതുപോലെ ഗജി സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത് കേട്ടോ. സെയിം ഷെയ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്ടും കോൺട്രാസ്റ്റ് ബോർഡറും ആണ് വരുന്നത് ഇതുപോലെ കേട്ടോ. വിത്ത് നല്ല തിന്നായിട്ടുള്ളൊരു സെറി ബോർഡർ വരുന്നത് എൻഡിലേക്ക് പല്ലു പോർഷനിലേക്ക് സെറി ബോർഡർ ആയിട്ട് ടെസൽസ് വരുന്നത്. സൂപ്പർ പീസാണ്. ശരിക്കും ഒരു ഫംഗ്ഷൻ വെയറിന് പറ്റിയ പീസാണ്. അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ്, ഗോൾഡൻ യെല്ലോ. റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയറിന്റെ അതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ദുപ്പട്ട വരുന്നത് ഗജി സിൽക്കുമാണ്. നല്ല എന്താ പറയുക ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സിൽക്കി അല്ലെങ്കിൽ ബട്ടറി ഫീൽ വരുന്നൊരു മെറ്റീരിയൽ കേട്ടോ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ, ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നത് വിത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ടാണ് നെക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ സെറിയും എല്ലാം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഫുൾ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പുട്ടാസ് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ബോർഡർ വരുന്നുണ്ട്. എൻ്റെത് ടോപ്പിന്റെ ബോർഡർ സ്ലീവിലേക്കുള്ളത് വെച്ചിട്ടില്ല, ബാക്ക് പോർഷനിലേക്കാണ് കൊടുത്തത്. ആളറിയാണ്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ ദുപ്പട്ട വരുന്നത് സെയിം ഷെയ്ഡാണ് വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ ആണ്. ഇതിലേക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ബോർഡർ ആട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ബോർഡർ വരുമ്പോൾ ഷോർട്ട് വീതി കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ വീതി കുറവില്ല കേട്ടോ. ഇതാണ് വരുന്നത് വിത്ത് ടെസൽസ് കേട്ടോ. അതാണ് തേർഡ് കളർ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ്. ബ്ലാക്കിലേക്ക് അത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. അതിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്നത് ഒരു ഡാർക്ക് അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് കളറിൽ വരുന്ന കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. നെക്ക് ഏരിയ നോക്കി നോക്കിയാൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ് ഒരു ശരിക്കും നമുക്കൊരു ഫംഗ്ഷൻ വെയറിന് പറ്റിയ ഒരു പീസാണ്. അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലൊരു ബോർഡർ വരും.
ഹാങ്ങിങ് സീക്വൻസ് അതുപോലെ ബട്ടൺസ് ഒക്കെ സൈഡ്സിലുണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ടോപ്പ് ലെങ്ത് നോക്കി നമുക്കൊരു 49 to 58 ആയിരിക്കും. 4XL സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ബോട്ടം വരുന്നത് പഷ്മിന വിത്ത് നോർമൽ സെയിം ആ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ടോപ്പിന്റെ. ദുപ്പട്ട വരുന്നത് സെയിം ഷെയ്ഡിലേക്ക് കോൺട്രാസ്റ്റ് ബോർഡർ ആയിട്ടുള്ള ഗെജ്ജി സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് വിത്ത് ഗോൾഡൻ സെറി ബോർഡറും ടെസൽസും കൂടെ ആയിട്ടുള്ള അടിപൊളി ഒരു സെറ്റ് കേട്ടോ. അടുത്തത് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാനിട്ട കളറാണ്. ഷെയ്ഡ് വന്നിട്ടൊരു മജന്റ ഷെയ്ഡ്, ഒരു ബർഗണ്ടിയുടെ ഒക്കെ ഒരു ബർഗണ്ടി ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് തോന്നുന്നു. ഭയങ്കര ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കളറല്ല, ബർഗണ്ടി ഷെയ്ഡും അതുപോലെ തന്നെ നല്ല ഡീപ്പ് ഗ്രേ കളറും കൂടെയാണ് വരുന്നത് കോമ്പിനേഷൻ കേട്ടോ. അപ്പം റഷ്യൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ട് റഷ്യൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. വീഡിയോയിൽ ഭയങ്കര കളറായിട്ട് ഫീൽ ചെയ്യുന്നത്, അത്ര നല്ല ഭയങ്കര ബ്രൈറ്റ് കളർ അല്ല. ബർഗണ്ടി ഷെയ്ഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ഡീപ്പായിട്ടുള്ള ബർഗണ്ടി അല്ല. ഇതാണ് നെക്ക് ഏരിയ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായ ഷെയ്ഡായിട്ടത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഫുൾ ബുട്ടാസ് ആയിട്ട് സ്ലീവിന്റെ ആയിട്ടും ടോപ്പിന്റെ ഫ്രണ്ട് ഏരിയയിലേക്കും ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. ഗെജ്ജി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ട വിത്ത് 4 സൈഡ് കോൺട്രാസ്റ്റ് ബോർഡർ കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് വിത്ത് ഗോൾഡൻ സെറി ആയിട്ടുള്ള ബോർഡർ. അത് വളരെ തിന്നാണ്. ആ ഒരു സെറി ഭയങ്കര നോക്കിയേ നല്ല സോഫ്റ്റ് നോക്കിയേ, അത് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ്, ഇത്രയും ഫൈനായിട്ടുള്ള അങ്ങനെ ഇത്രയും ഫൈനായിട്ടുള്ളതാണ്. അടിപൊളി പീസാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ദിവസമായിട്ട് വരാം. അതുവരേക്കും ബൈ.